നമസ്കാരം. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായിട്ടുള്ള ഒരു സംഭവമായിരുന്നു തപസി പണ്ണു ഒരു ചാനലിൽ നടത്തിയ ഒരു പരിപാടി എന്ന് പറയുന്നത്. ആ ഒരു ചാനലിൽ അദ്ദേഹം ഏറ്റവും പുതിയ സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ആ ഒരു ചാനലിൽ എത്തിയത്. അങ്ങനെ ചാനലിലെ ചില സെക്ഷനുകളൊക്കെ കഴിഞ്ഞ സമയത്ത് ആ അവതാരകൻ തപസി പണ്ണുവിനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. രണ്ട് ഫോട്ടോ കാണിച്ചിട്ട് ഇതിൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുന്നു. അതിന് തപസി പറഞ്ഞിട്ടുള്ള ഉത്തരവും ആ ഉത്തരത്തിന് ഉണ്ടായിട്ടുള്ള ചില വിവാദങ്ങളുമാണ് ഇപ്പം സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തപസി പണ്ണുവിനെ അവതാരകൻ കാണിച്ചിരിക്കുന്ന രണ്ട് ചിത്രങ്ങൾ എന്ന് പറയുന്നത്, അതിലൊന്ന് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ മറ്റൊന്ന് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെയും ചിത്രമായിരുന്നു. ഈ ചിത്രം കാണിച്ച സമയത്ത് അവതാരകനും അതുപോലെ തന്നെ പ്രേക്ഷകരും ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടാവും, തപസി ഇതിൽ ആരുടെ ചിത്രമായിരിക്കും തൊടുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. അതായത് അവതാരകന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു, ഇതിൽ നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നായിരുന്നു അവതാരകൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം തപസി ഒട്ടും മടിയില്ലാതെ, ഒട്ടും സംശയമില്ലാതെ ഇതിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ തൊട്ട് കാണിക്കുകയും അതിനുശേഷം തപസി പറഞ്ഞ ഒരു വാക്കാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ഇപ്പോൾ പ്രശ്നത്തിന് അല്ലെങ്കിൽ ഒരു വൈറലായി നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. നരേന്ദ്രമോദിയുടെ ഫോട്ടോ തൊട്ട് കാണിച്ചതിന് ശേഷം തപസി പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, ഇത് തൊട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ ജീവിക്കാൻ സാധിക്കുകയില്ലായിരുന്നു എന്നാണ്. അതായത് തപസി പറയുന്നത്, സത്യത്തിൽ തനിക്കിഷ്ടം രാഹുൽ ഗാന്ധി ആണെങ്കിൽ കൂടി നരേന്ദ്രമോദിയുടെ ഫോട്ടോ താൻ തൊട്ടില്ലായിരുന്നെങ്കിൽ തനിക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഭീഷണി ഉണ്ടാകുമെന്നും തന്റെ സിനിമാ ജീവിതം തകർക്കപ്പെടുമെന്നൊക്കെയുള്ള രീതിയിലാണ് തപസി ആ ഒരു കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള എന്താ പറയുക വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് പല ആളുകളും അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് എത്തുന്ന സമയത്ത് ചില ആളുകൾ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള ആശങ്കകൾ പറയുന്നുണ്ട്. നമ്മുടെ നടൻ പ്രകാശ് രാജിനെ പോലെയുള്ള ആളുകളൊക്കെ വലിയ രീതിയിൽ നരേന്ദ്രമോദിയെ വിമർശിക്കുകയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ തെറ്റുകളെ കുറിച്ചൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രകാശ് രാജ് എന്ന് പറയുന്നത്. അങ്ങനെ വളരെ ചുരുക്കം ചില ആളുകൾ നരേന്ദ്രമോദിക്കെതിരെ പരസ്യമായിട്ട് തന്നെ രംഗത്തെത്തുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അക്കൂട്ടത്തിലേക്ക് എടുത്തു പറയാവുന്ന ഒരാളായിട്ടാണ് തപസിയെയും ആൾക്കാർ കാണുന്നത്. കാരണം തപസി പറഞ്ഞൊരു വാക്കാണ് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇതിൽ നരേന്ദ്രമോദിയുടെ ഫോട്ടോ അല്ലായിരുന്നു തൊട്ടിരുന്നു എങ്കിൽ എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു എന്നാണ്. അതായത് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല തൊട്ടത്, മറിച്ച് അദ്ദേഹത്തിന്റെ തൊട്ടില്ലായിരുന്നെങ്കിൽ ചില പ്രശ്നങ്ങൾ താൻ നേരിടേണ്ടി വരുമായിരുന്നു എന്നുള്ള രീതിയിലാണ് തപസി ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കേരള ചരിത്രത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയുക മുസ്ലിംസിന്റെ ഇടയിൽ വളരെ പ്രസിദ്ധനായിട്ടും ഉള്ള ഒരു പണ്ഡിതനാണ് നമ്മുടെ AK അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം നമ്മുടെ നരേന്ദ്രമോദിയെ കാണുകയും നരേന്ദ്രമോദിയോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം അദ്ദേഹം ആളുകളോടും അതുപോലെ തന്നെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞൊരു വാക്ക് എന്ന് പറയുന്നത്, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണെന്നും അദ്ദേഹത്തിന്റെ ഭരണത്തിൽ പൂർണ്ണ സംതൃപ്തനാണെന്നും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയിലുള്ള ആളുകളൊക്കെ തന്നെ സുരക്ഷിതരാണെന്നും പ്രത്യേകിച്ച് ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിം ആളുകൾ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് പിന്നിൽ വളരെ സുരക്ഷിതരാണെന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ APക്ക് ചില വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതും സത്യം തന്നെയാണ്. അതുപോലെ തന്നെ ഓസ്കാർ ജേതാവായിട്ടുള്ള റസൂൽ പുകുറ്റിയെ പോലെയുള്ള ആളുകളൊക്കെ നരേന്ദ്രമോദിയെ പുകഴ്ത്തി വലിയ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഒന്നടങ്കം നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നരേന്ദ്രമോദിയെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് വാണിജ്യപരമായിട്ടും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ ബന്ധങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ നമ്മുടെ നരേന്ദ്രമോദിക്ക് വലിയൊരു ഫാൻ ബേസ് തന്നെ ലോക രാജ്യങ്ങളിൽ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എഫ് സ്റ്റീൽ ഫയൽ പുറത്തു വന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നരേന്ദ്രമോദിയുടെ ചില പേരും കാര്യങ്ങളൊക്കെ ആ ഒരു ഫയലിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ യഥാർത്ഥ വശം എന്ന് പറയുന്നത് അതിൽ നരേന്ദ്രമോദി ഉൾപ്പെട്ടു എന്നുള്ള കാര്യമായിരുന്നില്ല ആ ഒരു വീഡിയോയിലൂടെ ആ ഒരു ഫയലിൽ ഉണ്ടായിരുന്നത്. മറിച്ച് നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പല കാര്യങ്ങളും. ഇന്ത്യയുമായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു കാരണം കൊണ്ട് തന്നെ ചില കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ വന്നിട്ടുള്ള ചില പരാമർശങ്ങളിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന പേര് ഉൾപ്പെട്ടു എന്നല്ലാതെ നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആളല്ല എന്നുള്ള രീതിയിലുള്ള യഥാർത്ഥത്തിലുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെ വളച്ചൊടിച്ചിട്ടുള്ള രീതിയിൽ പല രീതിയിലുള്ള വാർത്തകൾ അല്ലാതെയും ആളുകൾ അദ്ദേഹത്തോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലും രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പേരിലും അദ്ദേഹത്തിന് എത്തിക്കാട്ടാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് തന്നെയായിരുന്നാലും തപസി പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് നരേന്ദ്രമോദിയെ തൊട്ട് കാണിച്ചില്ലായിരുന്നുവെങ്കിൽ
തനിക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കാര്യത്തിനെ കുറിച്ചുള്ള ആ ഒരു കാര്യം വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും അതിനെ ഓപ്പോസിറ്റ് ആയിട്ടും അതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയുള്ള വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.